ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ രസകരമായ സംഭവങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിൽ ചില രസകരമായ കാഴ്ചകളും വാർത്തകളും ബീഹാറിലുമുണ്ട്. അതിലേക്ക് പോകാം. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നതിനിടയിൽ കുളത്തിൽ ചാട്ടവും മീൻപിടുത്തവുമൊക്കെയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ തിരക്കിലാണ്. ബാലറ്റ് പെട്ടിയിൽ വോട്ട് വീഴ്ത്താനായി രാഹുലിന്റെ ഓരോ നാടകങ്ങൾ തുടരുകയാണ്. ആ കാഴ്ച കണ്ടുവരാം. കായലരികത്തല്ല, കുളത്തിന്റെ ഒത്ത നടുവിലാണ് നായകന്റെ വലയെറിയൽ. ബീഹാറിലെ ബെഗുസാരായിലെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് രാഹുലിന്റെ കുളത്തിൽ ചാട്ടവും മീൻപിടുത്തവും. വഞ്ചിയിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം എത്തി വലയെറിയുന്നു, മീൻ പിടിക്കുന്നു, കരയ്ക്ക് കയറുന്നു. ശുഭം. സഖ്യത്തിലെ ഘടകകക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവും മുൻ മന്ത്രിയുമായ മുകേഷ് സാഹ്നിക്കൊപ്പം പ്രചരണ പരിപാടിക്കിടെയാണ് ഈ നാടകീയ രംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതാണ് രാഹുൽ. വേഷം വെള്ള ടീഷർട്ടും കാർഗോ പാൻസും. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുമായിരുന്നു രാഹുലിന്റെ ചാട്ടവും മീൻപിടുത്തവും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. പോർട്ടർ വേഷത്തിൽ ചക്രങ്ങളുള്ള സ്യൂട്ട് കേസിൽ തലയിൽ ചുമന്നും തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി ചുമടെടുത്തും ഒടുവിലായി ഡൽഹിയിലെ തിരക്കേറിയ കടയിലെത്തി ലഡുവും ജിലേബിയും ഉണ്ടാക്കിയും ജനപ്രിയനാകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജനപ്രീതിക്കായി ചെയ്യുന്ന ഈ നാടകങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയായി പെയ്തിറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. ഓരോരോ കാഴ്ചകളാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ഈ സാഹചര്യവും കാലവും മാറിയതിനെ പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. അദ്ദേഹം ഇത്തരം നാടകങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് കാണിക്കുന്നു. പക്ഷേ അത് പൊതുസമൂഹത്തിന് ഇതൊക്കെ തിരിച്ചറിയാം. ഇത്തരം രാഷ്ട്രീയ ഡ്രാമകളുടെ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ നേതാക്കളും എന്തൊക്കെ ചെയ്യുന്നു, അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ഇതിനിടയിലാണ് ഈ മഹാൻ കുളത്തിൽ ചാട്ടവും മീൻപിടുത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാകുന്നത്. എന്തായാലും ഇത്തരം കോമഡി ഷോകൾ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും നടക്കാറുണ്ട്. അത് ആസ്വദിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ.